അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ തടി കുറയ്ക്കാനല്ലേ. നല്ല വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വലിയ വെയിറ്റ് ഒന്നുമില്ല പക്ഷെ വയറ് ചാടിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം കൊണ്ട് 12 കിലോ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളെ ഡയറ്റിൽ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു കൺഫ്യൂഷനാണ്, ഇത് വെയിറ്റ് എങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുക, ഇത്രയും കുറച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ, എന്ത് ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമോ, ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ് മട്ടനാണ് ഇതൊക്കെ ഉണ്ട്, അത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് 5 മുതൽ 12 കിലോ വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ മാം ആണ്. ക്യൂൺബി ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ ഡോക്ടറോട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഡോക്ടറെ, ഇന്ന് ഒരുപാട് ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്, വെയിറ്റ് പെട്ടെന്ന് അങ്ങനെ കുറയ്ക്കാൻ പറ്റും, നല്ല വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിലേക്കൊന്ന് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാസത്തിൽ 1 കിലോ മാത്രമേ കുറയുള്ളൂ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. നമുക്ക് പിന്നെ ഈ 5 മുതൽ 12 കിലോ വരെ ഒരു മാസം കൊണ്ട് സിമ്പിളായിട്ട് കുറയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് ആളുകൾ വെയിറ്റ് ലോസ് സ്വയം എടുക്കാറുണ്ട്. പലരും സെൽഫായിട്ട് വെയിറ്റ് ലോസ് ജേർണി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവർ ആ ഒരു 1 മന്ത് കഴിയുന്ന സമയത്ത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല, വെയിറ്റ് കുറയുന്നില്ല. അതിന് പകരമായിട്ട് അവരുടെ വയറ് ചാടുന്നുണ്ട്, ചിലപ്പോൾ കൈയിൻ്റെ ഭാഗത്തൊക്കെ വെയിറ്റ് കുറയുന്നുണ്ടായിരിക്കാം, പക്ഷെ ടോട്ടലി നോക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് അല്ല. നിങ്ങളൊരു ഹെൽത്തി ഡയറ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർബ്സ് അവിടെ കുറയ്ക്കുന്നുണ്ട്, പക്ഷെ വേണ്ട നമുക്ക് പ്രോട്ടീൻസോ ഫാറ്റോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഒരു മാസത്തിൽ തന്നെ 10 മുതൽ 12 കിലോ എന്താണെങ്കിലും നമുക്ക് കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കൂടി നിങ്ങൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ലോസിന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത് സ്ലിം ഫിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ്, അവരാദ്യം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കും ചിക്കൻ, മട്ടൻ, ബീഫ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ശരിക്കും പിന്നെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്കറിയാം ഈ ചിക്കനും മട്ടനും അല്ലെങ്കിൽ ബീഫൊക്കെ ആയിക്കോട്ടെ, ഇതെന്ന് പറയുന്നത് എന്താണ്, നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ് അല്ലേ. അപ്പം നമുക്ക് പ്ലാന്റ് സോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ആനിമൽ സോഴ്സും ഉണ്ട്. അപ്പം നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഊർജ്ജം തരുന്ന ഒരു ഐറ്റം ഉണ്ട്, അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്. അത് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രത്തോളം എനർജി തരുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റാണ്, നല്ല കൊഴുപ്പുകളാണ്. നല്ല കൊഴുപ്പുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തായിരിക്കും, നല്ല രീതിയിൽ തന്നെ എനർജി കിട്ടും. പക്ഷെ അത് ലിമിറ്റഡ് ആയിട്ടുള്ള അളവിലായിരിക്കണം. അതായത് നിങ്ങൾ ഒരുപാട് വാരി വലിച്ച് കഴിക്കുക എന്നല്ല പറയുന്നത്, നമ്മൾ ഒരു ദിവസം നമുക്ക് വേണ്ട, അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ട കലോറി എത്രയാണെന്ന് നമ്മൾ ടോട്ടലി അത് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ വെയിറ്റും ഹൈറ്റും ആദ്യം നമ്മൾ ചോദിച്ചതിന് ശേഷം എത്ര കലോറിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിലോട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, ഈ പ്രോട്ടീൻ ആയിക്കോട്ടെ, ഫാറ്റ് ആയിക്കോട്ടെ, കാർബ്സ് ആയിക്കോട്ടെ, ഇത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറ്റ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോട്ടീൻ, നമ്മുടെ മസിലൊക്കെ. ഇപ്പം നിങ്ങൾ സ്വയം ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മസിൽ വേസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും, പെട്ടെന്ന് നിങ്ങളുടെ മസിൽ എന്താവും, അങ്ങ് തൂങ്ങിപ്പോവും. വെയിറ്റ് എടുക്കുന്ന സമയത്ത് പലർക്കുള്ളൊരു പ്രശ്നമാണിത്. അവർ വെയിറ്റ് കുറയും പക്ഷെ അവരുടെ മസിൽ തൂങ്ങിയിട്ട് ആ ഒരു മസിൽ ഒരു ഫിറ്റ് ആയിട്ട് നിൽക്കൂല. അതിനൊക്കെ ഉള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ എടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രോട്ടീനും വേണം, അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റും വേണം. ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആയിക്കോട്ടെ, അതിലൊക്കെ തന്നെ ഹെൽത്തി ഫാറ്റും വരുന്നുണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമേ ഒരാൾക്ക് കൊടുക്കുന്നുള്ളൂ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം പല ആളുകളും, ഞാൻ അറിയുന്ന ഒരുപാട് ആളുകൾ വെയിറ്റ് അല്ല ഡയറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്, അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, അവർ ചിക്കന്, മട്ടൻ, ചിക്കൻ നോൺ വെജ് കംപ്ലീറ്റ് ഒഴിവാക്കും, എന്നിട്ട് ചോറോ ചപ്പാത്തി അങ്ങനത്തെ മാത്രം കഴിക്കും. ചില ആളുകൾ ചോറ് ബാക്കിയിട്ട് 5-6 ചപ്പാത്തി കഴിക്കിയിട്ട് അങ്ങനെ ഡയറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഡോക്ടറെ, നമ്മൾ ഡയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കലോറി കൂടിയ ഫുഡുകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പോൾ കലോറി കൂടിയ, ഷുഗർ കൂടുതലായിട്ട് വരുന്ന ഐറ്റംസുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ചോറ്, മൈദ കൊണ്ടുള്ള ഐറ്റംസുകൾ, ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം നിർബന്ധമായിട്ട് നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞൊരു വിഷയമാണ്, ചില ആളുകൾ അറിയാതെ ഡയറ്റ് എടുക്കും, എന്നിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള ഇപ്പോൾ ന്യൂട്രിയൻസും സാധനമൊന്നും ഇല്ലാതെ ഡയറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത്, അതായത് വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ്?
നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീനാണ്, അതുപോലെ തന്നെ നല്ല കൊഴുപ്പുകളും വേണം. പിന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമുക്ക് ചോറ് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിനകത്ത് എനർജി കിട്ടൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 ഗ്രാം അന്നജം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വെറും 4 കിലോ കലോറി എനർജി മാത്രമേ നിങ്ങളുടെ ബോഡിക്ക് കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ 1 ഗ്രാം ഫാറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിന്നും 8 കിലോ കലോറി എനർജി നിങ്ങളുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട്. അതായത് കൂടുതൽ അളവിൽ എനർജി തരുന്നത് ഏതാണ്? ഫാറ്റാണ്, നല്ല കൊഴുപ്പുകൾ. ഈ ഫാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല കൊഴുപ്പുകളല്ല, അല്ലെങ്കിൽ എന്തും കഴിക്കാം എന്നല്ല, അതിൻ്റെ അകത്ത് നല്ല കൊഴുപ്പുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം കഴിക്കാം. അപ്പം നിങ്ങൾക്കൊരു 8 കിലോ കലോറിയോളം എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് ചെറിയ അളവിൽ നിങ്ങൾ എടുത്താൽ മതി. ഈ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പം എല്ലാവർക്കും ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില ആളുകൾക്കുണ്ട് എനിക്ക് ചോറ് കഴിക്കണം, ചെറിയൊരു അളവിലെങ്കിലും ചോറ് കഴിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്കാണെങ്കിൽ ചെറിയൊരു അളവിൽ അത് റെഡ്യൂസ് ചെയ്യാം. ആ രീതിയിലായിരിക്കണം അവർ ഡയറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ അതുപോലെ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 കിലോ ഒരു മാസം കൊണ്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മുട്ട നല്ലൊരു ഓപ്ഷനാണ്. കാരണം അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. കാരണം അതിൻ്റെ അകത്ത് പ്രോട്ടീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല കൊഴുപ്പുകൾ വരുന്നുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് രാവിലെ ഒരു 2 to 3 മുട്ട നമുക്കൊരു ഓംലേറ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത്. അതൊരു സ്റ്റീൽ കട്ട് ഓട്സ് ഒക്കെയാണ് നിങ്ങൾ ഓവർനൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജീസും ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫുൾനെസ് ആണ് തരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ട് പല ഐറ്റംസുകളും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും പറ്റില്ല, എനിക്ക് രാവിലെ നോർമലി ഉള്ള ഇഡ്ഡലിയോ ദോശയോ ഒക്കെ വേണം നിർബന്ധമുള്ള ആളുകളും ഉണ്ടാവും. അത്തരം ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, വളരെ അളവ് അങ്ങ് കുറയ്ക്കുക. 1 ഇഡ്ഡലി അല്ലെ 1 or 2 ഇഡ്ഡലിയും 1 എഗ്ഗും കൂടി ആഡ് ചെയ്യുക. ഈ 3 എഗ്ഗിന് പകരം നമ്മൾ 1 എഗ്ഗിലോട്ട് കൊണ്ടുവരിക 2 ഇഡ്ഡലി. അപ്പം ആ രീതിയിലായിരിക്കണം നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഈ ഒരു രീതിയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ചില ആളുകളുണ്ട് രാവിലെ പ്രോട്ടീൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം അത്തരം ആളുകൾക്ക് സ്റ്റീം ചെയ്തിരിക്കുന്ന മാംസം വേണമെങ്കിൽ അവർക്ക് രാവിലെ എടുക്കാം, ഓപ്ഷനായിട്ട് കഴിക്കാം. അത് ഓരോ പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ രാവിലെ കഴിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ റേറ്റ് ചെയ്യുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും മാം കൊടുക്കാൻ നോക്കാം? നമ്മൾ പുട്ടുകടല പറയുന്ന സമയത്ത് അത് കുഴപ്പമില്ലാത്തൊരു കോമ്പിനേഷനാണ്. കാരണം പുട്ടരിയാഹാരമാണ്, ഓക്കെ കുഴപ്പമില്ല. എന്നാലും നമ്മളവിടെ കടല എടുക്കുന്നുണ്ട്. കടലക്കറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആണ്. അതുകൊണ്ട് നമുക്ക് 10 ഒരു 8 കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ റവയാണ്, അത്രത്തോളം ഹെൽത്തി അല്ല, പിന്നെ ഒരു ഓയിലി പ്രിപ്പറേഷനും കൂടിയാണ് വരുന്നത്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് ക്യാരറ്റും ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ഓക്കെയാണ്. ഒരു 7 നമുക്ക് കൊടുക്കാൻ പറ്റും. എഗ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്തി ഫുഡാണ്, 10 out of 10 കൊടുക്കാം. ഇപ്പോൾ പൂരിയും അതുപോലെ തന്നെ ബാജി ഒട്ടും തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. അപ്പം ഞാനത് ബിലോ 5 പറയുള്ളൂ. കാരണം ഓയിൽ പ്രിപ്പറേഷൻ ആണ്. ബാജി എന്ന് പറയുമ്പോൾ പൊട്ടറ്റോ വരുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല സ്റ്റാർച്ചാണ്, പെട്ടെന്ന് വെയിറ്റ് കൂട്ടും. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരുപാട് ആളുകൾ വെയിറ്റ് ലോസിന് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. പ്രോപ്പറായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പിന്നെ തടി കൂടിയത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ഭയങ്കര വീക്കാണ്, നിങ്ങൾ നല്ല തടിയുണ്ട്, നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്, ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല, ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റിക്, കൊളസ്ട്രോള്, BP, PCOD ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിലൂടെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസിന് മാസത്തോലെ നല്ലപോലെ വെയിറ്റ് കുറയാം. അപ്പം മിനിമം 4 കിലോ അല്ല 5 കിലോ എങ്കിലും എല്ലാവർക്കും കുറയാറുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ, ഈ അസുഖങ്ങളൊക്കെ തന്നെ നല്ലപോലെ കുറയാണ്. അപ്പോൾ നിങ്ങളും വെയിറ്റ് ലോസിന് നോക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഡോക്ടറെ, നമ്മൾ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്ക്, ഇപ്പോൾ മെയിനായിട്ട് ആളുകൾ ഇപ്പോൾ രാവിലെ ചില ആളുകൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചക്ക് നല്ലപോലെ ഹെവി ആയിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയാണോ? അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. അതായത് നിങ്ങളിപ്പോൾ രാത്രി അല്ലെങ്കിൽ ഒരു ഈവനിങ് സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 9-10 ഒക്കെ ആവുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾ അത് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടും കൂടിയായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട്. അത് നല്ലൊരു ഓപ്ഷൻ അല്ല. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് ഓക്കെയാണ്. ഒരു 10 o'clock ഒക്കെ ആവുന്ന സമയത്താണ് നിങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി എപ്പോഴാണോ തലേ ദിവസം കഴിച്ചു കഴിഞ്ഞത് അതിൻ്റെ ഒരു സമയം നോക്കിയിട്ട്, ഒരു 16 മണിക്കൂർ നോക്കിയിട്ട് അത് ഉച്ചക്കത്തേക്കാണ് വരുന്നതെങ്കിൽ വലിയ പ്രശ്നമല്ല. അല്ലാത്ത കേസുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ കഴിക്കാതെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഒട്ടും തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മൾ എല്ലാ സമയത്തും ചെറിയൊരളവിലായിട്ട് നമ്മുടെ ബോഡിക്ക് ഫുഡ് കൊടുക്കണം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും സ്വയം ഡയറ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു മന്ത് എൻഡ് ആകുമ്പോഴും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാത്തത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഈ ഒരു ജോയിൻറ്റ് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽഷ്യം ഡെഫിഷ്യൻസി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നത്. അതിൻ്റെ ഒരു കാരണം നിങ്ങൾ പ്രോപ്പർ ടൈമിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എടുക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഉച്ചക്ക് കഴിക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്ലേറ്റ് മെത്തേഡുകൾ എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയായിരിക്കണം?
നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ പാത്രത്തിന് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ വലിയ പാത്രം എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫുഡ് വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചോറൊക്കെ കുറച്ചധികം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അത് വേണ്ട, നമ്മൾ ചെറിയ പ്ലേറ്റ് എടുക്കുക. ഇതാണ് ജപ്പാനിലുള്ള ആളുകൾ കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. അവർ കുറച്ച് അളവിൽ മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അവരുടെ ഒരു ആയുസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എബോവ് 100 കൂടിയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ ഈ പ്ലേറ്റിംഗ് ആണ്. അവർ ചെറിയൊരു കപ്പ്, അതായത് റൈസൊക്കെ നോക്കുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പ് ചോറ് മാത്രമേ അവർ കഴിക്കുന്നുള്ളൂ. അതും ബ്രൗൺ റൈസ് ആണ് അവർ കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അവർ നല്ല പ്രോട്ടീൻ സോഴ്സുകൾ എടുക്കുന്നുണ്ട്. ഇപ്പം ഫിഷ് അല്ലെങ്കിൽ മീറ്റൊക്കെ ആണെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ടോ അവർ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എഗ്ഗ് ആണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫിഷ് നമുക്ക് എല്ലാ ദിവസവും എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം. കാരണം omega-3 അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പച്ചക്കറികൾ കൂടുതൽ വേണം, അതുപോലെ തന്നെ തോരൻ വേണം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് ഈ പിക്കിള്, അതുപോലെ തന്നെ പപ്പടം, ഇതൊക്കെ പലർക്കും വല്ലാതെ അവർക്ക് അതിനോടൊരു അഡിക്ഷൻ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരം ഐറ്റംസുകളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് ഈ പറയുന്ന രീതിയിൽ, അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറേ എണ്ണയിൽ അല്ലെങ്കിൽ ഓയിലിൽ വേവിച്ചിട്ട് ആ തോരൻ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കരുത്. വലിയ കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല, അതായത് അതിൻ്റെ ന്യൂട്രീഷനൊക്കെ കൂടുതൽ പോകുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ വെള്ളത്തിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എന്തായിരിക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആ രീതിയിലായിരിക്കണം ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കേണ്ടത് നിങ്ങൾ. ഓക്കെ, ഇപ്പം പല ആളുകൾക്കും അത് ലഞ്ച് കഴിച്ചിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര ഉറക്ക് വരാറുണ്ട്, ഭയങ്കര എന്താ പറയുക മടി വരിക, അല്ലെങ്കിൽ ഭയങ്കര ഉറക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഭക്ഷണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭക്ഷണം എന്താവും, ദഹിക്കാൻ തുടങ്ങും. ദഹിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ചെയ്യും. ഈ ഷുഗർ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് കോശങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, അത് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ റെസ്റ്റിലോട്ട് നമുക്കൊരു സ്ലീപ്പി ആ ഒരു നേച്ചറിലോട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ എപ്പോഴും കുറച്ച് ഭക്ഷണം നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഉറക്കം വരില്ല. നിങ്ങൾ കൂടുതൽ നിങ്ങളെ വയറ് ഫുള്ളായിട്ടും നിങ്ങൾ അത് കളയണമല്ലോ എന്ന് കരുതിയിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, ഇപ്പം അതിൽ ഞാനൊരു നമുക്ക് പലപ്പോഴും ആളുകൾക്കൊരു കൺഫ്യൂഷനാണ്. പലപ്പോഴും ഭക്ഷണം കഴിക്കേണ്ടി വരും, ഈ പറഞ്ഞ പോലെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊക്കെ സ്പൈക്ക് കൂടും. പല ഭക്ഷണങ്ങൾ മാറുന്ന സമയത്ത് പിന്നെ ഷുഗറിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതിൻ്റെ അതിൽ അളവിൽ മാറ്റം ഉണ്ടാവും. എങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഷുഗർ പെട്ടെന്ന് ശരീരത്തിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതെ, അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഒരു ഫ്രൂട്ട് എടുക്കുന്നുണ്ട്, ആ ഫ്രൂട്ടിനകത്ത് അത്യാവശ്യം മധുരം ഉണ്ടെന്ന് കരുതുക. എന്നാലും ആ ഫ്രൂട്ടിൻ്റെ അന്ന് അത്ര പെട്ടെന്ന് ആ ഒരു ഫ്രക്ടോസ് നമ്മുടെ രക്തത്തിലോട്ട് റിലീസ് ചെയ്യാതിരിക്കാൻ ആ ഫ്രൂട്ടിനകത്ത് കുറച്ചധികം ഫൈബേഴ്സ് ഉണ്ടായാൽ മതി. അപ്പം നാരുകൾ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്യാന്ന് പറയും. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മധുരമുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു മധുരം നിങ്ങളുടെ രക്തത്തിലോട്ട് പെട്ടെന്ന് വരാതിരിക്കാൻ നിങ്ങൾ നാരുകളുള്ള മറ്റെന്തെങ്കിലും ഐറ്റംസ്, സാലഡ്സ് കഴിക്കണം. ഇപ്പോൾ ചോറ് കഴിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബിരിയാണി നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയുന്നത് എന്താണ്, ആദ്യം നിങ്ങൾ ഒരു സ്റ്റാർട്ടറായിട്ട് നിങ്ങൾ ഒരു സാലഡ്സ് വാങ്ങി കഴിക്കാൻ. അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. പെട്ടെന്ന് ഇതിൽ നിന്ന് നമ്മുടെ രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ചെയ്യുന്നതും സ്ലോ ആയിട്ടായിരിക്കും നടക്കുക. ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വെയിറ്റ് ലോസിന് നമ്മൾ ഉച്ചയ്ക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതും നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും നല്ലപോലെ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലപോലെ ഒന്ന് സ്ലിം ആവണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് സ്ലിം ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡോക്ടറെ, ഈ സ്ലിം ഫിറ്റ് നമുക്ക് വെയിറ്റ് ലോസിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ സ്ലിം ഫിറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റിനകത്ത് നമ്മൾ കോഫി എക്സ്ട്രാക്ട് ഉണ്ട്, അതുപോലെ തന്നെ കുടംപുളിൻ്റെ ഒക്കെ എക്സ്ട്രാക്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഫാറ്റ് ബേണിനെ ഹെൽപ്പ് ചെയ്യുക. നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ബുള്ളറ്റ് പ്രൂഫ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരോടും പറയുന്നതാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകളോടും വെയിറ്റ് കൂടിയ ആളുകളോടൊക്കെ ഈ ഒരു കഫീൻ കണ്ടന്റ് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് വരുന്നുണ്ട്, അതെല്ലാം തന്നെ ബോഡിയിൽ ഫാറ്റ് കുറയ്ക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ബെസ്റ്റായിട്ട് നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന, നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എക്സസൈസ് നിർബന്ധമാണ്. കാരണം നിങ്ങളെല്ലാവരും ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഈ ഒരു ഫാറ്റ് ലോസും കാര്യങ്ങളും ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ ബോഡി ഒന്ന് വിയർക്കുകയും ഒക്കെ വേണം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് വെയിറ്റ് ലോസ് ഡ്രിങ്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസും കൂടി ചെയ്യാം. ഇപ്പോൾ നടന്നാൽ വെയിറ്റ് കുറയും? നടന്നാൽ വെയിറ്റ് കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കൈ വീശി നിങ്ങൾ കിതയ്ക്കണം. അതായത് നിങ്ങൾ നല്ല സ്പീഡിൽ ഒരേ ഫ്ലോയിൽ നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നടത്തത്തിൻ്റെ എൻഡ് എത്തുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങളുടെ ഹാർട്ട് ബീറ്റും കൂടി നിങ്ങളുടെ ബോഡി നന്നായിട്ട് വിയർക്കുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ കൈയും വീശി വളരെ സ്ലോ ആയിട്ട് പാട്ടും പാടിയും എല്ലാം നടന്നു കഴിഞ്ഞാൽ വലിയ റിസൾട്ട് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എക്സസൈസ് തന്നെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 എക്സസൈസ് ഏതൊക്കെ ആയിരിക്കും? മെയിനായിട്ട് 3 ആയിട്ടുള്ളത്, ഒന്ന് റണ്ണിങ് ആണ്, ഒന്ന് ഓട്ടാണ്,
അതുപോലെ തന്നെ നീന്തൽ, നന്നായിട്ട് നീന്തുന്ന ആളുകളിൽ വെയിറ്റ് ലോസ് പെട്ടെന്നുണ്ടാവും. അതുപോലെ തന്നെ സൈക്ലിംഗ് നല്ലൊരു എക്സസൈസ് ആണ്. ഇത് മൂന്നും നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏജും അതുപോലെ തന്നെ അസുഖവും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ പ്രായമായിട്ടുള്ള ഒരാളോട് നമ്മൾ വളരെ സ്പീഡിൽ ഓടാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ പെട്ടെന്ന് സൈക്ലിംഗ് ചെയ്യാൻ പറഞ്ഞാലോ അവർക്ക് പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ അത്തരം ആളുകളിൽ ചിലപ്പോൾ നമുക്ക് നടത്തമായിരിക്കാം അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾ ഒരു ആരോഗ്യാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഡോക്ടറെ നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻറ്റിന് നിങ്ങൾ ഡയറ്റ് കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഒരു പ്രോസസ്സ് വരുന്നത്, എങ്ങനെയാണ് അവർക്ക് അത്രയും വെയിറ്റ് കുറയാനുള്ള ഒരു കാര്യം ഉണ്ടാക്കുന്നത്? അപ്പം ആദ്യം തന്നെ ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ഹൈറ്റും വെയിറ്റും കാര്യങ്ങളും മനസ്സിലാക്കും. പ്രോപ്പർ ആയിട്ടുള്ളൊരു കേസ് ഹിസ്റ്ററി എടുക്കും, അവർക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന്. കാരണം നമ്മളൊരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാ ഡയറ്റും എല്ലാ അസുഖക്കാർക്കും പോസിബിൾ അല്ല. ഇപ്പോൾ തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്ക് നമ്മൾ പ്രോട്ടീനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ തൈറോയ്ഡ് പേഷ്യൻസിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് ചിലപ്പം കൊളസ്ട്രോൾ ലെവലൊക്കെ ചിലപ്പം കൂടുതലായിട്ട് നിൽക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ എല്ലാവരും ഒരു 2000 എബോവ് കലോറി ആയിട്ടായിരിക്കും ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ ഒരു കലോറി ഡെഫിസിറ്റ് ഉണ്ടായിരിക്കാം. നോർമലുള്ള ഡയറ്റ് അല്ല നമ്മൾ കൊടുക്കുക, കലോറി നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ സമയത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻ്റ് ആണ്, ഓരോ പേഷ്യൻറ്റിനനുസരിച്ചിരിക്കും ആ ഡയറ്റ് കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ് കോഫി കുടിച്ചാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്, അത് ശരിയാണോ? അത് ശരിയാണ്. കോഫി നിങ്ങൾ കുടിക്കുന്ന സമയത്ത് അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളത് വെറും ഒരു കട്ടൻ കാപ്പി എടുക്കുന്നതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് കോഫി, അതായത് കുറച്ച് ഗീ, നമ്മുടെ പശുവിൻ്റെ നെയ്യ് ഈ ഒരു കട്ടൻ കാപ്പിയിലോട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. വേണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലും ആഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ രാത്രിത്തെ ഡിന്നർ, ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഡിന്നർ ടൈം എന്ന് പറയുന്നത്. ശരിക്കും ഏറ്റവും ബെസ്റ്റ് ഡിന്നർ ടൈം ഏതാണ്? നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ 2-3 മണിക്കൂർ മുൻപേ നിങ്ങളെ ഡിന്നർ ഫിനിഷ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡൈജഷനും നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് കുറച്ചും കൂടി എന്നൊരു നോർമലിലോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ജസ്റ്റ് മുൻപായിട്ട് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഡൗണിലോട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള അസുഖം, ഈ അലർജി പ്രശ്നങ്ങളൊക്കെ കൂടും ഇത്തരം ആളുകൾക്ക്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഡൈജഷൻ ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം പോയിട്ട് കിടക്കുക. ഓക്കെ. ഇപ്പോൾ ഡിന്നറിൻ്റെ ബെസ്റ്റ് ഫുഡുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആയിരിക്കും? എപ്പോഴും ഡിന്നർ ഫുഡ് നമുക്കറിയാം ലൈറ്റ് ഫുഡ് തന്നെയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ചപ്പാത്തി കഴിക്കേണ്ട ആളുകൾക്ക് 1-2 ചപ്പാത്തി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മില്ലറ്റ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ജസ്റ്റ് കട്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അവർക്കത് ശീലമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ രീതിയിൽ അല്ലെങ്കിൽ യോഗട്ട്, ഇപ്പോൾ യോഗട്ട് കുറച്ചും കൂടി നമുക്കൊരു പകൽ സമയത്ത് എടുക്കുന്നതാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് കഴിക്കാം രാത്രി. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഡിന്നർ ടൈമിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും? അതായത് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിച്ച പാടെ പോയി കിടക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ രാത്രി കൂടുതലായിട്ടും ഈ ജങ്ക് ഫുഡുകൾ കഴിക്കുന്നത്, ഈ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡുകൾ. പലരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ സാൻഡ്വിച്ചേ കഴിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ബർഗറാണ് കഴിച്ചിട്ടുള്ളൂ, ഞാൻ അവിടെ അരിയാഹാരം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ബോഡിയിൽ നിങ്ങൾ ഡൈജഷൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബർഗർ എടുത്ത് നോക്കുകയാണെങ്കിൽ ബണ്ണ് വരുന്നുണ്ട്, ഈ ചിക്കനും. അപ്പോൾ ഇതൊരു സ്റ്റീം ആവുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഗ്ലൂക്കോസ് റിലീസ് ആവുന്നുണ്ട്. നിങ്ങളുടെ ബോഡീനകത്ത് അത് ഡെപ്പോസിറ്റ് ആവുന്നത് ഫാറ്റിൻ്റെ രൂപത്തിലായിരിക്കും. അപ്പോൾ രാത്രി എപ്പോഴും നിങ്ങൾ ലൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നല്ലപോലെ വെയിറ്റ് കുറച്ചിട്ട് നിങ്ങളുടെ ബോഡി സ്ലിം ആവാനും നിങ്ങളുടെ അസുഖങ്ങൾ മാറാനും നിങ്ങളുടെ ഡയറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് ഒരുപാട് തെളിവുകൾ നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡോക്ടറുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അത്രത്തോളം ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും അതായത് നമ്മൾ ശാരീരികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വയറ് ചാടി, ഡ്രസ്സ് ധരിക്കാൻ പറ്റാതെ, ഒന്ന് ഓടാൻ പറ്റാതെ, ഒരു യാത്ര ചെയ്യാൻ പറ്റാതെ, നല്ലപോലെ ഒരു ഉറക്ക് പോലും കിട്ടാത്ത രൂപത്തിലുള്ള ആളുകൾക്ക് പോലും നല്ലപോലെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. 100 കിലോകൾ മുകളിലുള്ള ആളുകൾക്ക് പോലും നല്ലപോലെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. പല ആളുകൾക്കും 7 ദിവസം കൊണ്ട് തന്നെ 100 കിലോൻ്റെ മുകളിലുള്ള ആളുകൾക്ക് 95 ആരോഗ്യത്തിലേക്ക് നീതാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഡയറ്റ് ചെയ്തെത്താൻ പറ്റിയിട്ടുണ്ട്. അതിന് നമ്മുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഈ സ്ലിം ഫിറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ നോർമലി ഡയറ്റ് എടുക്കുന്ന ആളുകൾക്കും ഈ ഒരു സ്ലിം ഫിറ്റൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസവും നിങ്ങളെ വെയിറ്റ് ഫാറ്റ് റിഡക്ഷനൊക്കെ വളരെ സ്പീഡാവും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.